അസ്സലാമലൈക്കും സ്നേഹലതേ. കോമളൻ എന്താ ഈ വേഷത്തില്? സലാം സലാം. ഐ ആം ഷെയ്ഖ് കോമൾ നറബി ഫ്രം കുറുക്കംപാറ. ലേറ്റ് ആയി പോയി, അതാ വരാൻ താമസിച്ചത്. ഇങ്ങോട്ട് വരുന്ന ആരെയും കണ്ടോ? ഇപ്പൊ തന്നെ അമ്മമ്മ മുത്തച്ഛങ്ങൾ. അയ്യോ, എന്നിട്ട് അവർക്ക് തന്നെ മനസ്സിലായില്ല ഞാൻ ഒറിജിനൽ അറബിയാണെന്ന് അവർ ധരിച്ചിരിക്കണേ. എനിക്കെന്തോ പേടിയാവുന്നു. ഒറിജിനൽ അറബി അച്ഛൻ്റെ കൂടെ കറങ്ങാൻ പോയിരിക്കുക. അയാളെങ്ങാനും വന്നാ ആ ഒറിജിനൽ അറബി ഞാനാണെന്നാ ഇവിടെ എല്ലാരും ധരിച്ചിരിക്കണേ. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഒറിജിനൽ അറബി വരുന്നതിന് മുമ്പ് നമുക്കതിന് തരികട ഒപ്പിക്കാന്ന്. എന്നാലും അച്ഛന്റെ കമ്പനിയിൽ ആ ഷേഖ് അറബി ഇവിടെ ഒന്ന് പ്രശ്നങ്ങൾ ഇത്രയും വഷളാക്കുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. നീ ധൈര്യമായിട്ടിരിക്കെ. ഡ്യൂപ്ലിക്കേറ്റ് അറബി വേഷത്തിൽ വന്ന ഞാൻ ആ ഒറിജിനൽ അറബി ഇവിടെ നിന്ന് ഓടിച്ചില്ലെങ്കിൽ എന്റെ പേര് ഇവിടുത്തെ ഭാർഗവനാളി കിട്ടും. കേട്ടോ, മുത്തശ്ശി ഇവിടുത്തെ ഇളയ മരുമകന് ചായ തരാൻ വിളിക്കുക. ഞാൻ പോയിട്ട് വരാം. അയ്യോ ചേട്ടത്തി പോണ്ട. ഞാനിപ്പോ അവരടുത്ത് പോയാലേ കാര്യങ്ങൾ കൃത്യമായി മുന്നോട്ട് പോകും. എനിക്ക് പേടിയാവും. അള്ളാക്കു കസം അബുക്കമാക്കം തുറക്കുലതേ അല്ല തുറക്കു സ്നേഹലതേ. എന്നുവെച്ചാ നിന്റെ ധൈര്യത്തിന്റെ കോട്ടവാതിൽ തുറക്കൂ എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പോയിട്ട് വരാം. അയ്യോ ഈശ്വരാ, ഈശ്വരാ, അയ്യോ. अच्छा या 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 कभी खुशी कम किया. ഇരിക്കൂ. ഒന്നും ബാക്കി വെക്കാതെ എല്ലാം തിന്നണം. या वाह, ये दूसरी बड़ी के मस्त मस्त. अरबी जी, इधर का फूड तुमको इष्टപ്പെട്ടോ? अच्छा अच्छा. ഈ സാധനങ്ങളൊക്കെ അറബിക്ക് വലിയ ഇഷ്ടായി എന്നാ പറയണത്. ദിസ് ഐറ്റം ഞാൻ ഉണ്ടാക്കിയതാ. ഹേ ഹംകോ കൊള്ളാം കൊള്ളാം. കൊള്ളാന്ന് പറഞ്ഞ മലയാളല്ലേ? അറബി കൊള്ളാന്ന് പറഞ്ഞാലും മലയാളത്തിൽ കൊള്ളാന്ന് തന്നെയാണ് അർത്ഥം. എങ്ങനെ അങ്ങനെ വന്ന്? ചില അറബി വാക്കുകൾ മലയാളത്തിൽ നിന്നുണ്ടായതാ. അതാ അങ്ങനെ. देखो चाचा, देखो चाचा, ये कैसा है? नया है, हमारा प्यार है. അതിന് നീ വിഷമിക്കണ്ട, ഒരു വിസ നിനക്ക് ഒപ്പിച്ചു തരാന്നാ അറബി പറഞ്ഞു. അയ്യോ, എന്റെ ഷെയ്ക്കിന് ഇഷ്ടം പോലെ. लड़की दुपट्टा सारी തലയില് ചുറ്റ് ചുറ്റ്. ഇത് അറബി സ്റ്റൈലില് ചുറ്റ് ചുറ്റ്. മാഷാഅല്ലാ നന്നായിട്ടുണ്ടോ? മാഷാഅല്ലാ. എന്റെ നിയോജക മണ്ഡലത്തിൽ തന്നെ വോട്ട് ചെയ്യണമല്ലേ? അച്ഛ അച്ഛ. അറബി വന്നു ഞാൻ ശ്രദ്ധിക്കുന്ന നിനക്കെന്താടി ആ ഷെയ്ഖിനോട് എത്ര താല്പര്യം പറയണേ, അല്ലെങ്കിൽ നിന്റെ ഷേപ്പ് ചെയ്യാൻ മാറ്റും. പതുക്കെ ആൾക്കാരെ കേൾക്കും. ആൾക്കാരെ കേൾക്കട്ടെ, അല്ലെങ്കിൽ നിന്നെ അവനെ പറ്റി കഥകൾ ഉണ്ടാക്കി നാട്ടുകാര് പറയണത് ഞാൻ കേൾക്കേണ്ടി വരും. ഇത്ര ചീപ്പാവരുത്. ആകുന്നതല്ലടി, നീ ആക്കുന്നതല്ലേ. ഞാനെല്ലാം കണ്ടടി. അവനോട് സൽക്കരിക്കാനും അവനോട് കൊഞ്ചിക്കൊഴിയാനും ആരടി നീ അവന്റെ ലോഹത്താടിയും കണ്ടപ്പോ നിനക്കെന്താ മത്ത് പിടിച്ചോ? പറയണേ മൂദേവി. നമ്മുടെ മോളുടെ തലയെ തൊട്ട് ഞാൻ സത്യം ചെയ്യാം. വേണ്ട വേണ്ട, എന്റെ തലയെ തൊട്ടുള്ള കളി വേണ്ട. കാര്യം നിങ്ങളുടെ മോളാണെന്ന് വെച്ച് നിങ്ങൾക്ക് സത്യം ചെയ്ത് കളിക്കാനുള്ളതാണോ എന്റെ തല? എടീ, നീ പല പ്രാവശ്യം അയാളുടെ പുറകെ കടന്ന് അസ്ലമിലേക്കും 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 പറയണത് ഞാൻ കാണുന്നുണ്ടായിരുന്നടി. ഭാർഗവീട്ടിനെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ അറബിയത് സോപ്പിട്ടേ. അപ്പൊ നീ അവനെ കുളിപ്പിച്ച് സോപ്പ് വെച്ചു കൊടുക്കാനും തുടങ്ങിയ? ആ സോപ്പല്ലേ ഈ സോപ്പ്. പിന്നെ സോപ്പാണ് കോപ്പ. അവന്റെ താടി കണ്ടല്ല അറിയാം അവനാള് പെശകാണെന്ന്. ഭാർഗവീട്ടിന്റെ ഭ്രാന്ത് പിടിച്ചോ? ഇക്കണക്കിന്
നീ അറബി കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കൂടി, ഭ്രാന്ത്. എങ്ങനെയെങ്കിലും അറബിയുടെ കൈയും കാലും പിടിച്ച് അറബിയുടെ കൈമേ കാലുമേ പിടിച്ചാ? അയ്യോ അതല്ല, എങ്ങനെയെങ്കിലും കൈയും കാലൊക്കെ പിടിച്ച് കുറച്ച് കാശ് ഒപ്പിക്കാൻ നോക്കിയതാ. എനിക്കത് കിട്ടണം. കാശിന്റെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ ആണുങ്ങളുണ്ട്. മേലാൽ നീ ആ കാട്ടറബിയോട് കൊഞ്ചിക്കൊഴാൻ നിന്നാൽ അല്ലെങ്കിലും അതെ, ആ അറബി വന്നേ പിന്നെ അമ്മയ്ക്ക് ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 8 സുന്ദരികളും ഞാനും